ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനസാഹസിക കായിക വിനോദങ്ങളുടെ കുതിപ്പിന് വഴിയൊരുക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് സമാപനം. ജനനം പോലെ തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ട ചടങ്ങാണ് മരണമെന്നും മനുഷ്യനെ ആദരവോടെ യാത്രയാക്കേണ്ട ഇടങ്ങളാണ് ശ്മശാനങ്ങളെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ CITU. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ടൂറിസം രംഗത്ത് ജലസാഹസിക കായിക വിനോദങ്ങളുടെ കുതിപ്പിന് വഴിയൊരുക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കൊടിയിറങ്ങി. കടലിലും കരയിലും ആകാശത്തും സാഹസികതയുടെയും വിനോദത്തിന്റെയും വിസ്മയ വിരുന്നൊരുക്കിയാണ് ജലമേള സമാപിച്ചത്. കടലിന്റെ ഓളപ്പരപ്പിൽ സാഹസിക കായിക വിനോദത്തിന്റെ വശ്യദൃശ്യങ്ങൾ ഇതൾ വിരിഞ്ഞപ്പോൾ വ്യോമസേന ഹെലികോപ്റ്ററുകളുടെയും തീരസേനയും ഡോണിയർ വിമാനത്തിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ ആകാശത്ത് ഉദ്വേഗത്തിന്റെയും കൗതുകത്തിന്റെയും കാഴ്ചകൾ നിറച്ചു. ബേപ്പൂർ മറീനയ്ക്ക് മുകളിൽ നൂറുകണക്കിന് ഡ്രോണുകൾ ചിത്രം വരച്ചത് ജനസമുദ്രത്തിന്റെ മനസ്സിൽ ഓർമ്മകളുടെ കടലിരമ്പം തീർത്തു. ബേപ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിച്ച നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ ജനങ്ങൾക്ക് എന്നും ഓർത്തുവെക്കാവുന്ന മനോഹര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ബേപ്പൂർ ഫെസ്റ്റിന്റെ 4ാം സീസണ് സമാപനമായത്. രാജ്യാന്തര ജലസാഹസിക കായിക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ബേപ്പൂരിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ജലോത്സവം. അനുബന്ധമായി നടന്ന രാജ്യാന്തര കൈറ്റ് ഫെസ്റ്റും നാവിക തീരസംരക്ഷണ സേനകളുടെ കപ്പൽ കാഴ്ചകളും സാഹസിക പ്രകടനത്തിലൂടെ കാണികളെ വിസ്മയിപ്പിച്ച പാരാമോട്ടറിങ്ങും ഫ്ലൈബോർഡ് ഡെമോയും ആസ്വാദകർക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചു. വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് നടത്തിയ ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ വർണ്ണശബളമായ ഘോഷയാത്രയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിനീത് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സംഗീത നിശയും ഡ്രോൺ ഷോയും ആസ്വദിക്കാൻ പതിനായിരങ്ങളാണ് ബേപ്പൂരിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ പ്രസ് ഫോറത്തിന്റെ ലോഗോ പുറത്തിറക്കി. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര താരങ്ങളും ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ബേപ്പൂരിലെ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ബേപ്പൂർ പ്രസ് ഫോറത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത ചിത്രകാരൻ സുശാന്ത് വല്ലാട്ടിലാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫ്, സൗബീൻ ഷാഹിർ, ബേപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ MP പത്മനാഭൻ, സെക്രട്ടറി PT മുനീർ, മനാഫ് താഴത്ത്, ആദം മാലിക്, സതീഷ് കൊല്ലങ്കണ്ടി, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ,
കോസ്റ്റ് ഗാർഡ് കമാൻഡന്റ് സന്ദീപ് സിംഗ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജനനം പോലെ തന്നെ മനുഷ്യന് ആദരിക്കപ്പെടേണ്ട ചടങ്ങാണ് മരണമെന്നും മനുഷ്യനെ ആദരവോടെ യാത്രയാക്കേണ്ട ഇടങ്ങളാണ് ശ്മശാനങ്ങളെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നവീകരിച്ച ശ്മശാന കോംപ്ലക്സ് സ്മൃതിപഥം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മാവൂർ റോഡിൽ കോർപ്പറേഷന്റെ നവീകരിച്ച ശ്മശാന കോംപ്ലക്സ് സ്മൃതിപഥം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടങ്ങളെ ഡിസൈനോടെ പുനരുജ്ജീവിപ്പിക്കുക എന്ന സർക്കാർ തീരുമാനത്തിന്റെ മാതൃകയാണ് സ്മൃതിപഥമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസര മലിനീകരണം, ഇല്ലാത്ത വാതക ഇലക്ട്രിക് രീതിയിലുള്ള സംസ്കാരം, മനസ്സിന് തണലേകുന്ന പൂന്തോട്ടം ഉൾപ്പെടെയുള്ള അന്തരീക്ഷം, അനുശോചന യോഗം നടത്താനുള്ള സംവിധാനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആധുനിക ശ്മശാനം ഒരു വ്യക്തിയുടെ മരണവേളയിൽ അവരെ ആദരവോടെ യാത്രയാക്കുന്ന ഇടമാണെന്നും മന്ത്രി പറഞ്ഞു. പൊതു ഇടങ്ങൾ എങ്ങനെ ഡിസൈൻഡാക്കി പുനരുജ്ജീവിപ്പിക്കാനാകുമെന്നുള്ളതിൻ്റെ മാതൃകയാണ് ഈ സ്മൃതിപഥം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അന്ത്യയാത്ര വളരെ ആദരവോടുകൂടി എന്ന ഒരു മാനവിക കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടമാണിത്. ഗ്യാസ്, വൈദ്യുതി ചേംബർ പോലുള്ള മലിനീകരണം കുറഞ്ഞ നൂതന സാങ്കേതിക വിദ്യ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ലോക്കർ സിസ്റ്റം, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പൂന്തോട്ടമടക്കം മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ നിലയിൽ സ്മൃതിപഥം മാതൃകാപരമാണ്. പരിപാടിയിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC രാജൻ, P. ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് CITU പന്നിയങ്കര മേഖലാ സമ്മേളനം ജനറൽ സെക്രട്ടറി L. രമേശൻ ഉദ്ഘാടനം ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അടിയന്തരമായി റിപ്പയർ ചെയ്യുക, വികസന പ്രവൃത്തി നടക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ടാക്സി പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുക, ലൈറ്റ് മോട്ടോർ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സൗകര്യമൊരുക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. ഷാഫി നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി L. രമേശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PT സർജാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് TV നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സിറ്റി സെക്രട്ടറി ആസിഫ് അലി കണ്ണാടിക്കൽ, CP മജീദ്, മുഹമ്മദ് മുഷ്താഖ്, കോയ ഒളവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. K1 ഓപ്പൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഓട്ടോ തൊഴിലാളിയുടെ മകൾ വർഷ C. ഷൺജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. നിലവില് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സംഘടനക്ക് ഉണ്ടായിട്ടുള്ള ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള പോരായ്മകള്, ദൗർബല്യങ്ങള്, ഇതെല്ലാം കണ്ടെത്തി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. പുതിയ ഭാരവാഹികളായി TV നൌഷാദ് പ്രസിഡന്റ്, PT സർജാസ് സെക്രട്ടറി, T. സുനിൽകുമാർ ഖജാൻജി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതകൾക്കായി തൊഴിൽ പരിശീലനം നൽകി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി മ്യൂറൽ പെയിന്റിംഗിലാണ് പരിശീലനം നൽകിയത്.
ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അഹമ്മദാബാദിന്റെ ഇംപ്ലിമെന്റിംഗ് പാർട്ണറായ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 50 വനിതകൾക്ക് 26 ദിവസത്തെ മൈക്രോ സ്കിൽ പ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നൽകി. മ്യൂറൽ പെയിന്റിംഗിലാണ് പരിശീലനം നൽകിയത്. പരിശീലന ശേഷം സംരംഭം ആരംഭിക്കാനും വിപണനത്തിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി തുടർ സേവനങ്ങൾ നൽകുന്നതാണ്. പരിശീലനത്തിന്റെ സമാപനം EDS പരിശീലന ഹാളിൽ EDIIയുടെ സീനിയർ ഫാക്കൽറ്റിയും കേരള റീജിയൻ ഡയറക്ടറുമായ ശ്രീ ശിവൻ അമ്പാട്ട് നിർവഹിച്ചു. കലാപരമായിട്ട് ഉയർന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ആ ലെവലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കും 8,000-ഓ 10,000-ഓ ചാർജ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ആ ഫോട്ടോയിൽ ആ ഫ്രെയിമിൽ നമുക്ക് കൊണ്ടുവരണം. ചടങ്ങിൽ EDS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി P അധ്യക്ഷത വഹിച്ചു. ഫാക്കൽറ്റി രമ M പരിശീലനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീമതി നൂർജഹാൻ സ്വാഗതവും സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു. പഠിതാക്കൾ അനുഭവം പങ്കുവച്ചു. ഉൽപ്പന്നങ്ങൾ EDS പരിശീലന ഹാളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3:30 വരെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡാർക്ക്നെസ് അറ്റ് നൂൺ ചിത്ര പ്രദർശനം സമാപിച്ചു. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് ചിത്രകാരൻ സുരേഷ് പുതിയോട്ടിലിന്റെ 24 ചിത്രങ്ങളുടെ പ്രദർശനം നടന്നത്. സുരേഷ് പുതിയോട്ടിലിന്റെ ചിത്ര പ്രദർശനമായ ഡാർക്ക്നെസ് അറ്റ് നൂൺ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ സമാപിച്ചു. ആധുനികത അവകാശപ്പെടുന്ന മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയാണ് സുരേഷ് പുതിയോട്ടിൽ 24 ചിത്രങ്ങളിലൂടെ വിശദീകരിച്ചത്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പുറകോട്ട് നടന്നു തുടങ്ങിയോ എന്നുള്ള ആശങ്കയാണ് ഡാർക്ക്നെസ് അറ്റ് നൂൺ എന്ന ചിത്രം. അതാണ് എനിക്ക് അതിനെപ്പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ അത് തന്നെയാണ് ആ ഒരു കാര്യം തന്നെയാണ് എല്ലാ ചിത്രത്തിലും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. മുന്നോട്ട് പുതിയ ആശയങ്ങളും പുതിയ ജീവിതവും പുതിയ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റും വളർന്നു വരുമ്പോഴും നമ്മൾ നേരെ തിരിഞ്ഞ് പഴയ കാലത്തേക്ക് 100 വർഷങ്ങൾക്കും 1000 വർഷങ്ങൾക്കും പുറകോട്ടേക്ക് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അതിലെ ബോധവാന്മാരായി മുന്നോട്ട് നടക്കണം എന്നതാണ് എൻ്റെ ഈ പഠനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വരച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസിസുകൾ തന്നെയാണ്. സ്ത്രീകളോടുള്ള അക്രമം, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ മനുഷ്യന്റെ ഒറ്റപ്പെടൽ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാമാണ് ഞാൻ അതിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ചിത്രകാരനും ശില്പിയുമായ ജോൺസ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. R മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K അജിത, P രാധാകൃഷ്ണൻ, KA നൌഷാദ്, KP അബ്ദുൽ കരീം, KTS സെറീന തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പുതുവത്സരാഘോഷങ്ങൾ നടത്തി. കൊച്ചിൻ ബേക്കറിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. കൊച്ചിൻ ബേക്കറിയുടെ ആഭിമുഖ്യത്തിൽ പുതുവർഷം മധുരവർഷം എന്ന സന്ദേശവുമായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നീളൻ കേക്കൊരുക്കി പുതുവർഷാഘോഷം നടത്തി. അന്തേവാസികളും ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ ആഘോഷത്തിൽ പങ്കാളികളായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA കേക്ക് മുറിച്ച് മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു തോമസിന് മധുരം നൽകി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഒരുപക്ഷെ ജീവിതത്തിലെ മുഴുവൻ കാലങ്ങളും ഇവിടെ കഴിയേണ്ടുന്ന അവസ്ഥ, അസുഖങ്ങൾ മാറിയാൽ പോലും ചിലപ്പം കൊണ്ടുപോകാൻ ആളില്ലാത്ത പലതരത്തിലുള്ള അവരെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. നമുക്കവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നുപോയി എന്നതുകൊണ്ട് ഒരാളെയും നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. ഏതൊക്കെ വിധത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊച്ചിൻ ബേക്കറിയുടെ ഉടമസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീമതി രവീന. കാരണം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാരാണ് അവർ. കാരണം നമ്മൾ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് അത്ര വലിയ ആളായാലും ശരി, ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ചടങ്ങിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അധ്യക്ഷനായിരുന്നു. ഇതുപോലുള്ള മനുഷ്യർ ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രത്യാശ നൽകുന്നത്.
ഇന്നത്തെ സമൂഹം മനുഷ്യനില്ലാതായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വത്തിന് ഒരു മാനവികതക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങും പിശാചിന്റെ തേരോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവ് ഗ്രീൻ പ്രസിഡന്റ് MP രജുൽ കുമാർ, കൊച്ചിൻ ബേക്കറി ചെയർമാൻ MP രമേശ്, ലവീന രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചാത്തമംഗലം EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ വിനോദയാത്ര സംഘടിപ്പിച്ചു. പെരുവണ്ണാമൂഴിയിലേക്കായിരുന്നു യാത്ര. ചാത്തമംഗലം EMS ചാരിറ്റബിൾ സൊസൈറ്റി കൂഴക്കോടിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ വിനോദയാത്ര ജാനകിക്കാട്, പെരുവണ്ണാമൂഴി ഡാം എന്നിവിടങ്ങളിലേക്ക്. സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ OK ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ CPM ഏരിയ സെക്രട്ടറി ഷൈബു P ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ശ്രീജ, പ്രീതി വാലത്തിൽ, CP സന്തോഷ് കുമാർ, P ഭാസ്കരൻ, അംബിക സിസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററും പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. MVR ക്യാൻസർ സെന്റർ സീനിയർ ഡയറക്ടർ CE ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മുൻ PTA പ്രസിഡന്റ് C അശോകൻ അധ്യക്ഷത വഹിച്ചു. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ KV മണികണ്ഠൻ, സ്കൂൾ പ്രിൻസിപ്പൽ T ശോഭ, അധ്യാപകൻ K പ്രമോദ് തുടങ്ങിയവരും സംസാരിച്ചു. MVR ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡോക്ടർ C നിർമ്മൽ ക്ലാസ് നയിച്ചു. ഫോർ എക്സാമ്പിൾ, തുടച്ചു മാറ്റാൻ പറ്റാത്ത വെള്ളപ്പാടുകൾ നമുക്ക് വായിൽ കാണാം. ലൂക്കോപ്ലേക്കിയ എന്നുള്ളത് തുടച്ചു മാറ്റാൻ പറ്റാത്ത ചുവന്ന പാടുകൾ, എറിത്രോപ്ലേക്കിയ. വായന്റെ ഉള്ളിൽ 4 പോലെ വരും, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ഉണ്ട്. ഇതെല്ലാം ക്യാൻസർ അല്ല, ക്യാൻസർ ആവാൻ സാധ്യതയുള്ള സ്റ്റേജുകളാണ്. ഓക്കെ, കൂടുതലും ആ ഉപയോഗം എവിടെയാണോ ഈ സാധനം വെക്കുന്നത് അവിടെ ആയിരിക്കും ഇത് തുടങ്ങുക. ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഈ ഉപയോഗം മാത്രം നിർത്തിയാൽ മതി. തൊലിയൊക്കെ പഴയ രീതിയിലേക്ക് ആയിക്കോളും. പക്ഷെ ആ സമയത്തും ഉപയോഗം നിർത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ക്യാൻസറായി സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. പരിപാടിയുടെ ഭാഗമായി കൊല്ലങ്കോട് ആശ്രയം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ക്ലാസിൽ QT സോപ്പ് MD KP ഖാലിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് അബേറ്റ് കണ്ണാശുപത്രിയും ഫറോക്ക് ന്യൂ വിഷൻ ഒപ്റ്റിക്കൽസും ചേർന്ന് സൗജന്യ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് നടത്തി. ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് അബേറ്റ് കണ്ണാശുപത്രിയും ഫറോക്കിലെ ന്യൂ വിഷൻ ഒപ്റ്റിക്കൽസും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫറോക്ക് CDA കോംപ്ലക്സിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ഡോക്ടർ അഞ്ജലി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഫറോക്ക് നഗരസഭാ കൗൺസിലർ KTA മജീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫറോക്ക് യൂണിറ്റ് പ്രസിഡന്റ് M മമ്മുണ്ണി, MIET ചെയർമാൻ MP സാവൻ, ന്യൂ വിഷൻ ഒപ്റ്റിക്കൽസ് ഉടമ P വവീഷ്, ഒപ്തോമെട്രിസ്റ്റ് രേഷ്മ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രോഗനിർണയത്തിലൂടെ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള അർഹരായവർക്ക് സൗജന്യ ശസ്ത്രക്രിയയും ക്യാമ്പിൽ പങ്കെടുത്ത കണ്ണട ആവശ്യമുള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. 200ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലസാഹസിക കായിക വിനോദങ്ങളുടെ കുതിപ്പിന് വഴിയൊരുക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് സമാപനം. ജനനം പോലെ തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ട ചടങ്ങാണ് മരണമെന്നും മനുഷ്യനെ ആദരവോടെ യാത്രയാക്കേണ്ട ഇടങ്ങളാണ് ശ്മശാനങ്ങളെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ CITU. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.